കൂട്ടുകാരെ, കുഞ്ഞുമക്കൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ വന്നിട്ടുണ്ടോ? ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് ആൻറ്റി ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന ദാനിയേൽ എന്നൊരു അങ്കിളുണ്ടായിരുന്നു. ദാരിവീഷ് എന്ന രാജാവ് ഭരിച്ചിരുന്ന ബാബിലോൺ എന്ന രാജ്യത്താണ് ദാനിയേൽ അങ്കിൾ താമസിച്ചിരുന്നത്. ഏത് രാജ്യമാ? ബാബിലോൺ. ദാരിവീഷ് എന്ന രാജാവ് ഭരിച്ചിരുന്ന ബാബിലോൺ എന്ന രാജ്യം. നിങ്ങൾ മറക്കല്ലേ. ദാനിയേൽ അങ്കിൾ നല്ല ജ്ഞാനിയും വിശ്വസ്തനുമായൊരു വ്യക്തിയായിരുന്നു. അതിനാൽ തന്നെ ദാരിവീഷ് രാജാവ് ബാബിലോൺ രാജ്യത്തെ പ്രധാന പദവികളിൽ അധികാരിയായി ദാനിയേൽ അങ്കിളിനെ നിയമിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദാനിയേലിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അധികാരികൾക്കൊക്കെ അങ്കിളിനോട് അസൂയ തോന്നി. അസൂയ തോന്നുക മാത്രമല്ല, രാജാവ് ആക്കി വെച്ചിരുന്ന എല്ലാ സ്ഥാനത്തു നിന്നും ദാനിയേൽ അങ്കിളിനെ ഒഴിവാക്കാൻ അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ 30 ദിവസത്തേക്ക് ദാരിവീഷ് രാജാവിനെ അല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന നിയമം രാജാവിനെ കൊണ്ട് അവർ എഴുതിപ്പിച്ചു. ജീവനുള്ള ദൈവത്തോട് ദാനിയേൽ അങ്കിൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ ഈ നിയമം ദാനിയേൽ അങ്കിളിനെ കുഴപ്പത്തിലാക്കുമെന്ന് അവരെല്ലാവരും കരുതി. എന്നാൽ ദാനിയേൽ അങ്കിൾ മറ്റെന്തിനേക്കാളും ജീവനുള്ള ദൈവത്തെ സ്നേഹിച്ചു. ദാരിവീഷ് രാജാവിൻ്റെ നിയമം ലംഘിക്കുന്നുണ്ടെങ്കിലും ദാനിയേൽ അങ്കിൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ദിവസത്തിൽ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അസൂയാലുക്കളായ എല്ലാ അധികാരികളും ദാനിയേൽ ഈ ചെയ്യുന്നത് കണ്ടുപിടിക്കാനിടയായി. മാത്രമല്ല, ദാരിവീഷ് രാജാവിനോട് കുറ്റം ആരോപിക്കുകയും ചെയ്തു. രാജാവ് ദാനിയേൽ അങ്കിളിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നതിനാലും ദാനിയേലിന് മോശമായതൊന്നും സംഭവിക്കരുതെന്ന് കരുതി വളരെ അസ്വസ്ഥനായി മാറി. എന്നാൽ താൻ എഴുതിയ നിയമം നിമിത്തം ദാരിവീഷ് രാജാവിന് ദാനിയേൽ അങ്കിളിനെ ശിക്ഷിക്കുകയല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. അങ്ങനെ ദാരിവീഷ് രാജാവ് ദാനിയേലിനെ വിശന്നിരിക്കുന്ന സിംഹങ്ങൾ നിറഞ്ഞ ഒരു ഗുഹയിലേക്ക് എറിയാൻ ഉത്തരവിട്ടു. രാജാവ് ദാനിയേലിനോട് ഇങ്ങനെ പറഞ്ഞു: "നീ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ സഹായിക്കട്ടെ." അന്ന് രാത്രി മുഴുവനും ദാരിവീഷ് രാജാവ് അല്പം പോലും ഉറങ്ങിയതേയില്ല. ദാനിയേലിനെ കുറിച്ച് വിഷമിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് അതിരാവിലെ തന്നെ ആ സിംഹങ്ങളുടെ ഗുഹയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ദാനിയേലേന്ന് ഉറക്കെ വിളിച്ചു. ഉടനെ തന്നെ ദാനിയേൽ മറുപടിയും പറഞ്ഞു. ദൈവം തൻ്റെ ദൂതനെ അയച്ചിരുന്നതിനാൽ സിംഹങ്ങളുടെ വായെല്ലാം അടയ്ക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഞാൻ ഒരു കുറ്റവും ചെയ്യാത്തതിനാൽ ആ സിംഹങ്ങളൊന്നും എന്നെ ഉപദ്രവിച്ചതേയില്ല. ദാരിവീഷ് രാജാവ് വളരെയധികം സന്തോഷിക്കുകയും ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് പുറത്തെടുക്കാനായി ഉത്തരവിടുകയും ചെയ്തു. അസൂയാലുക്കളായ എല്ലാ അധികാരികളെയും അവരുടെ കുടുംബങ്ങളെയും പകരം സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞുകൊണ്ട് അവൻ ശിക്ഷിച്ചു. അങ്ങനെ ദാനിയേൽ അങ്കിൾ 1 വർഷം ആ രാജ്യത്ത് തന്നെ അധികാരിയായി തുടരുകയും സന്തോഷത്തോടെ ജീവിതം അവിടെ തുടരുകയും ചെയ്തു. ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിലെ എത്രയും പ്രയാസകരമായ അവസ്ഥയിലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന യേശുപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദാനിയേൽ അങ്കിളുടെ ജീവനെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് വിടുവിച്ചതുപോലെ കുഞ്ഞുമക്കളായ നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. അതിനായി യേശുപ്പച്ചൻ നിങ്ങളെ സഹായിക്കട്ടെ.